പേരൂർക്കട വ്യാജ മാലമോഷണ കേസിൽ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചു. ഒന്നാം പ്രതി ഓമന ഡാനിയൽ, മൂന്നാം പ്രതി SI പ്രസാദ് എന്നിവർക്കാണ് ജാമ്യം. തിരുവനന്തപുരം SC/ST കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. റീനു ശ്രീധർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. റീനു, ഈ ബിന്ദുവിന്റെ കുടുംബമടക്കം പ്രതിഷേധത്തിലേക്ക് സമരത്തിലേക്കൊക്കെ പോകാൻ നിൽക്കുമ്പോഴാണ് ഈ മുൻകൂർ ജാമ്യം എന്ന കോടതിയുടെ തീരുമാനം വരുന്നത്. ഇന്ന് കോടതിയുടെ നടപടികൾ എങ്ങനെയായിരുന്നു? ഗോകുല്, 3 ദിവസം മുമ്പാണ് ഈ പ്രതികൾ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. നേരത്തെ തന്നെ കോടതി ഈ കേസ് പരിഗണിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഈ കേസ് മാറ്റിവെക്കുകയാണ് ചെയ്തത്. ഇന്നിപ്പോൾ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രതികളായിട്ടുള്ള ഒന്നാം പ്രതി ഓമന ഡാനിയൽ, അതുപോലെ തന്നെ മൂന്നാം പ്രതിയായിട്ടുള്ള പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ SI പ്രസാദ് എന്നിവർക്കാണ് ജാമ്യം നൽകിക്കൊണ്ട് ഉത്തരവായിരിക്കുന്നത്. ഉപാധികളോടുകൂടിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഉപാധികൾ എന്താണ് എന്നുള്ളത് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടില്ല. ആ വിവരം, ഇതിന്റെ ഓർഡർ ഉടൻ തന്നെ ഇറങ്ങുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഓമന ഡാനിയലിനും അതുപോലെ തന്നെ SI പ്രസാദിനും ജാമ്യം നൽകിക്കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഉൾപ്പെടെ എത്തി വലിയ രീതിയിലുള്ള സമരമുറകളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഈ പരാതിക്കാരിയായിട്ടുള്ള ബിന്ദു പോലും നമ്മളോട് പറഞ്ഞിരുന്നത്. ഇനി എന്താണ് അവരുടെ തീരുമാനം എന്നുള്ളത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ വ്യാജ മോഷണ കേസിൽ എത്തിച്ച് കൊടും ക്രൂരതയ്ക്ക് പാത്രമാകേണ്ടി വന്ന ആളാണ് ബിന്ദു. തുടർന്നാണ് ഇവർ വലിയ രീതിയിലുള്ള ഒരു പരാതിയുമായി മുന്നോട്ട് പോയത്. SC/ST കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് പേരൂർക്കട പോലീസ് കേസെടുത്തത്. എന്തായാലും ഇപ്പോൾ SC/ST തിരുവനന്തപുരം കോടതിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഗോകുൽ, ശരി, റീനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഒരു വ്യാജ മോഷണ പരാതി നൽകിയ സ്ത്രീ, അവർക്ക് ജാമ്യം. ഒപ്പം ഇപ്പോൾ ആ മോഷണ പരാതിയെ തുടർന്ന് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ബിന്ദു എന്ന ദളിത് സ്ത്രീയോട് അങ്ങേയറ്റം മോശമായി പെരുമാറിയ, അവരെ മാനസികമായി പീഡിപ്പിച്ച് ജാതീയക്ഷേപം നടത്തിയ SIക്കും ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. എന്തായാലും ഇനി ബിന്ദുവിൻ്റെ തുടർ നടപടി, ആ കുടുംബം സമരത്തിലേക്ക് പോകുമെന്നത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. ഇവർക്ക് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ